റീനയ്ക്ക് കുറെ വർഷങ്ങളായിട്ട് കല്യാണം ആകാതിരിക്കുകയായിരുന്നു. കാരണം അവളുടെ മൂക്ക് വല്ലാതെ ചപ്പിയായിട്ടുണ്ടാവും. അവളുടെ നിറവും വളരെ കുറവായിരിക്കും. റീനിനെ 15 പേര് ഇതുവരെ കണ്ടിട്ട് വേണ്ട എന്ന് പറഞ്ഞു. റീനിയും ഇങ്ങനെ കാണിച്ച് അവൾക്ക് വല്ലാതെ വിഷമവും ഉണ്ടായി. മോളെ, ഇന്ന് ഒരു ചെക്കൻ നിന്നെ കാണാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. ബ്യൂട്ടി പാർലറിലേക്ക് പോവൂ, ഒരു ചെറിയ ഐബ്രോവും ചെയ്തിട്ട് വരൂ. ഞാനും അങ്ങനെ തന്നെ പുറത്തു പോയിട്ട് ബേക്കറിയിൽ കുറച്ച് സാധനങ്ങളും വാങ്ങിട്ട് വരാം. ശരിയോ മോളെ? ചെക്കന്മാര് കുറെ ദൂരത്തു നിന്നാണ് വരുന്നത്. 12-1 മണിനുള്ളിൽ അവരെത്തിയോളും. അച്ഛാ, ഞാൻ ബ്യൂട്ടി പാർലറിലേക്കൊന്നും വരില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്നെ അംഗീകരിക്കുന്നവൻ വന്നാൽ മതി. അലങ്കരിച്ച് ഞാൻ വെറുത്തുപോയി. ഇവിടെ നോക്കു മോളെ, നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിന്നെ ആരും അംഗീകരിക്കില്ല. ഇവിടെ നോക്കു ചേട്ടാ, ഇവളെ വലിച്ചു കൊണ്ടുപോയി ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ കൊണ്ടിരുത്തിയിട്ട് വരൂ. ഇവൾക്ക് ഫേഷ്യൽ എന്തെങ്കിലും ചെയ്ത് കൂട്ടിക്കൊണ്ടുവരൂ, അല്ലെങ്കിൽ എപ്പോഴും മഹാറാണി വീട്ടിൽ തന്നെ ഇരിക്കും. ഇവൾക്കൊരു ആഹാര സാധനങ്ങൾ പോലും ഉണ്ടാക്കാൻ അറിയില്ല. എപ്പോഴും ചുമ്മാ ഇരുന്ന മുടി തന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു. വലിയ ലോക സുന്ദരി എന്നാണ് വിചാരം. അച്ഛാ, അമ്മയോടൊന്ന് മിണ്ടാതിരിക്കാൻ പറയ്, അല്ലെങ്കിൽ ഞാൻ എന്ത് പറയുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ലക്ഷ്മി, നീ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് നല്ല വിശ്വാസമുണ്ട് വരുന്ന ചെക്കന്മാർക്ക് തീർച്ചയായിട്ടും എന്റെ മകളെ ഇഷ്ടാവുമെന്ന്. എന്താ ശരിയല്ലേ മോളെ? നമ്മൾ കുറച്ചത് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവം തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ജോഡി തന്നേ പറ്റുള്ളൂ. അപ്പൊ ദൈവം മാത്രം എങ്ങനെ നമ്മുടെ മകളെങ്ങനെ തനിച്ച് വിടുക പറ്റൂ? പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് റീന അവളുടെ തലമുടിയൊക്കെ അലങ്കാരം ചെയ്യാനും തുടങ്ങി കഴിഞ്ഞു. ഈ പ്രാവശ്യം ചെക്കന്റെ വീട്ടുകാരൊക്കെ റീനയുടെ തലമുടിയും കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ചെക്കൻ വീട്ടുകാര് ചെക്കൻ പറഞ്ഞു റീനയെ കാണാൻ വേണ്ടി ആഴ്ചക്ക് 2 ദിവസം വരുമെന്ന് പറഞ്ഞും കഴിഞ്ഞു. റീനയും വല്ലാതെ സന്തോഷത്തിലായിരുന്നു. കുറെ കാലത്തിന് ശേഷം റീനയുടെ കല്യാണവും നടക്കാൻ പോവുകയാണ്. അമ്മേ, ഞാൻ നാളെ എന്റെ കൂട്ടുകാരിയെ കാണാൻ പോയിട്ട് വരാം. അവളെ കണ്ട് ഒരുപാട് ദിവസമായി. നാളെ നീ എവിടെയും പോകണ്ട. നാളെ നീ എന്നോടൊപ്പം വാ. നിനക്ക് ഒരുപാട് ഡ്രസ്സൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. ഡ്രസ്സ് വാങ്ങിക്കാൻ നമുക്ക് മറ്റന്നാ പോകാം അമ്മേ. അടുത്ത ദിവസം അവൾ ഈ കാര്യം പറയാൻ വേണ്ടി അവളുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവാൻ വേണ്ടി അവൾ പുറപ്പെട്ടു. അടുത്തുള്ള ഗ്രാമത്തിലേക്ക് അവൾ നടന്നു തന്നെ പോയി. അടുത്ത ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വലിയ ആലമരം അവൾ കണ്ടെത്തി. ആ മരത്തിന്റെ മുകളിൽ ഒരു ഭയങ്കരമായിട്ടൊരു ഭൂതമുണ്ടായിരുന്നു. അത് പെണ്ണുങ്ങളുടെ മുടി കണ്ടാൽ അവൾ എടുത്തു മുറിച്ചു കളയും. റീന ആ മരം കടന്നു പോയപ്പോൾ ആ പ്രേതം ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. ഈ പെൺകുട്ടിയുടെ തലമുടി നല്ല ഭംഗിയാണല്ലോ കാണാൻ. ഇതുപോലത്തെ മുടി തീർച്ചയായും എനിക്ക് മാത്രമേ കാണാൻ പാടുള്ളൂ. പക്ഷെ എന്നെ കൊണ്ട് ഈ മരത്തിൽ നിന്നും താഴെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. എന്നെ ആരെങ്കിലും തീർച്ചയായും സഹായിച്ചേ പറ്റൂ. അവൾ എങ്ങനെയും ഇതുവഴിയല്ലേ തിരിച്ചു വരേണ്ടത്. അപ്പോൾ അവളുടെ മുടി ഞാൻ സ്വന്തമാക്കിക്കൊള്ളാം. റീന അവളുടെ സുഹൃത്ത് വീട്ടിലേക്ക് എത്തി. അവൾ കുറെ നേരം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചെറുക്കൻ വളരെ നല്ല ചെറുക്കനാണെന്ന് തോന്നുന്നു. ഇത്രയും ദിവസം എത്രയോ ചെറുക്കന്മാർ എന്നെ പെണ്ണ് കാണാനായി വന്നിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നൊരു പയ്യൻ എന്റെ മുടി കണ്ടു മയങ്ങിപ്പോയി. ചെറുക്കന്മാരുടെ മുടി എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷെ പെണ്ണുങ്ങളുടെ മുടി നല്ല നീളമുള്ളതും ഭംഗിയുള്ളതുമായിരിക്കണമല്ലോ. എല്ലാ ചെറുക്കന്മാരും തന്റെ ഭാര്യ സിനിമയിൽ വരുന്ന ഹീറോയിനെ പോലെ ആയിരിക്കണമെന്ന് കരുതും. എന്താ ശരിയല്ലേ? കല്യാണത്തിന് ശേഷം നിങ്ങൾ രണ്ടുപേരും പുറത്തു പോകുമ്പോൾ തീർച്ചയായും എന്റെ വീട്ടിലേക്ക് രണ്ടുപേരും വരണം. അടുത്ത വർഷം എന്റെ കല്യാണം വരാൻ പോവുകയാണ്. അമ്മായിയമ്മയുടെ വീട്ടിൽ എങ്ങനെയാണ് നടക്കേണ്ടത് നീ വേണം എനിക്ക് പറഞ്ഞു തരാൻ. അതിൽ പറഞ്ഞു തരാൻ എന്താണുള്ളത്? കുറച്ചു ദിവസം നാണിച്ചുകൊണ്ട് എല്ലാം ചെയ്യണം, പിന്നെ എല്ലാം തന്നെ ചെയ്യാം. ആദ്യം കുറച്ചു ദിവസം കഷ്ടമായിരിക്കും, അത്രയേ ഉള്ളൂ. കുറച്ചു മാസങ്ങൾക്ക് ശേഷം നാണിക്കാനൊന്നും പാടില്ലേ. കുറച്ചു മാസങ്ങൾക്കകം തന്നെ നാണമൊക്കെ പോകും. പിന്നെ എവിടെ നിന്ന് നാണിക്കാനാ? സമയം ഒരുപാടായി, ഞാൻ വീട്ടിലേക്ക് പോവുകയാ. അയ്യോ, സംസാരിച്ചു കൊണ്ടിരുന്നത് നിനക്ക് ചായ തരാൻ ഞാൻ മറന്നുപോയി. എന്റെ അച്ഛൻ രുചിയുള്ള സ്നാക്സ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്കത് കഴിച്ചാൽ ഒരുപാട് ഇഷ്ടമാകും. ഞാൻ ഇപ്പോൾ നിനക്ക് ചായ എടുക്കാം. റീന അവിടെ കഴിച്ചതിന് ശേഷം അവളുടെ ഫ്രണ്ട് വീട്ടിലേക്ക് പുറത്തേക്ക് വന്ന് അവളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. നേരം ഇരുട്ടായിരിക്കുന്നു. പ്രേതം ഇതൊക്കെ കാണുകയായിരുന്നു. റീന ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രേതം മരത്തിൽ നിന്ന് ചാടി അവളുടെ തലയിലേക്ക് ഇരുന്ന് അവളുടെ മുടി പിടിച്ച് വലിക്കാനും തുടങ്ങി. പിന്നെ അവിടുന്ന് അവൾ പറന്നും പോയി. അയ്യോ, എന്റെ തലമുടി! പ്രേതം എന്റെ തലമുടി എടുത്തുകൊണ്ട് പോയി. ആരെങ്കിലും എന്നെ സഹായിക്കൂ, എന്നെ ആരെങ്കിലും സഹായിക്കൂ. ആ സമയത്ത് അവളെ സഹായിക്കാൻ വേണ്ടി അവളുടെ അടുത്ത് ആരുമില്ലായിരുന്നു. റീന കരഞ്ഞുകൊണ്ട് തന്നെ അവളുടെ വീട്ടിലേക്ക് അവൾ തിരിച്ചും പോയി. അച്ഛാ, ഒരു പ്രേതം എന്റെ
തലമുടി വെട്ടിയെടുത്തുകൊണ്ടുപോയി. ആ പയ്യൻ എന്റെ മുടി കണ്ടല്ലേ എന്നെ ഇഷ്ടമായെന്ന് പറഞ്ഞത്. ഒരാഴ്ചക്ക് ശേഷം അവൻ എന്നെ കാണാൻ വരാൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏത് മുഖം വെച്ചാണ് ഞാൻ അവനെ കാണുന്നത്? ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ എവിടേക്ക് പോകണ്ടെന്ന്. നീ ഞാൻ പറഞ്ഞത് കേൾക്കാതല്ലേ അങ്ങോട്ട് പോയത്. ഇപ്പോൾ കല്യാണം വീണ്ടും നിന്നുപോയി. വളരെ സന്തോഷത്തോടെ നിന്റെ കൂട്ടുകാരിയോട് ചെന്ന് നല്ല കാര്യം പറയാനായി പോയതല്ലേ നീ. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് കണ്ടില്ലേ? നീ ചെന്ന് ഒരു മൂലയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കെ. എന്നോട് ക്ഷമിക്കണം മകളെ. ആ മുടിയെടുക്കുന്ന പ്രയത്നെ പറ്റി എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഞാൻ നിന്റെ അടുത്ത് അത് പറയാൻ മറന്നും പോയി മോളെ. പക്ഷെ നീ വിഷമിക്കണ്ട മകളെ. എനിക്ക് അറിഞ്ഞ ഒരു ഗ്രാമത്തിൽ അവിടെ ഒരു മന്ത്രവാദി എൻ്റെ ഫ്രണ്ട് ഉണ്ട് മോളെ. റീനിന്റെ അച്ഛൻ അവരുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞു. സുഹൃത്തെ, എനിക്ക് നീ ഒരു വലിയ സഹായം ചെയ്യണം. എത്രയോ കഷ്ടപ്പെട്ട് എൻ്റെ പെണ്ണിന് ഒരു ചെക്കനെ ഞാൻ ഒപ്പിച്ചു. ചെക്കൻ എൻ്റെ മകളുടെ മുടി കണ്ടിട്ടാണ് അവൻ വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒപ്പിച്ചും കഴിഞ്ഞു. പക്ഷേ ഒരു പ്രേതം വന്നിട്ട് എൻ്റെ മകളുടെ മുടിയും പറിച്ചുകൊണ്ട് അവൾ പോയി. ലോകത്തിലെ എങ്ങനെയൊക്കെ വിചിത്രമായ പ്രശ്നങ്ങളൊക്കെ വരുന്നത് നീ കണ്ടില്ലേ മോനെ. പക്ഷെ നീ ഒന്നും വിഷമിക്കണ്ട കമൻലാൽ. ഞാൻ നിനക്കൊരു മുൾത്താനി മട്ടിയും എടുത്തു തരാം. ഇതൊരു സാധാരണ മുൾത്താൻ മിട്ടിയല്ല. ഇത് തേച്ചാൽ തന്നെ നിന്റെ തലയിൽ കുറെ മുടിയും വളരാൻ തുടങ്ങും. എന്നെ കൊണ്ട് നിന്റെ കൂടെ വരാൻ പറ്റില്ല. കാരണം ഈ ഗ്രാമത്തിൽ ഒരു ചെകുത്താൻ വരുന്നുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഈ ഗ്രാമം രക്ഷിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഈ പ്രയത്നം എങ്ങനെയാണ് ഇവിടുന്ന് നീ ഓടിക്കണ്ടേന്ന്. മന്ത്രവാദി റീനിന്റെ അച്ഛന്റെ അടുത്ത് ചെവിയിൽ എന്തോ ഒരു രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചമൻലാൽ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. ചമൻലാൽ ഗ്രാമത്തിലുള്ളവരെല്ലാവരുടെ പറഞ്ഞു, ആർക്കൊക്കെ നീളമായ തലമുടി വേണമോ അവരൊക്കെ രാത്രി 12 മണിക്ക് ആലമരത്തിൽ പോയി നിന്നാൽ വളരുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. റീനിന്റെ കൂടെ ചേർത്ത് ആ ഗ്രാമത്തിലുള്ളവർ എല്ലാരും ആലമരത്തിന് താഴെ നിൽക്കുകയായിരുന്നു. ചമൻലാൽ അവരെടുത്ത് ഒരു മായ മുൾത്താനി മെട്ടി കൊടുത്തിരുന്നു. ആ മുൾത്താനി മെട്ടി എല്ലാരും അവരുടെ തലയിൽ ഇടാനും പറഞ്ഞു. ഇട്ടതിനു ശേഷം എല്ലാവർക്കും വലിയ തലമുടിയും വളർന്നു. പ്രേതം മേലെ ഇരുന്നിട്ട് ഇതൊക്കെ എല്ലാം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ മുൾട്ടാണി മെട്ടി തീർച്ചയായും എനിക്ക് വേണം തരാൻ. പ്രേതം താഴെ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ചമൻലാലിന്റെ അടുത്ത് പറഞ്ഞു, ഏ കിളവാ, നിന്റെ കയ്യിലുള്ള എല്ലാ മുൾട്ടാണി മെട്ടിയും എന്റെ കയ്യിൽ തന്നിട്ട് മര്യാദയ്ക്ക് ഇവിടെ ഓടിക്കളാ. ചമൻലാൽ എല്ലാ മുൾത്താനി മെട്ടിയും ആ പ്രേതത്തിനടുത്ത് തന്നെ തിരിച്ചു കൊടുത്തു. പ്രേതം ആ മുൾത്താനി മെട്ടി തലയിൽ തേച്ച ഉടനെ തന്നെ പ്രേതത്തിന്റെ തല കത്താൻ തുടങ്ങി. കുറച്ചു നേരത്തെ തന്നെ ആ പ്രേതം അവിടെ തന്നെ ചാമ്പലാവും ആയിക്കഴിഞ്ഞു.